ഹലോ ഗായ്സ്, ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് വാടി തളർന്ന് വരുമ്പോഴത്തേക്കിന് നല്ല തണുത്ത ഒരു മാംഗോ മൗസ് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ഒരു മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ മുഴുവൻ തൊലി നമ്മളൊന്ന് ചെത്തി മാറ്റണം. മാങ്ങേൻ്റെ തൊലി ചെത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ പീലറോ യൂസ് ചെയ്യാം. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ പീലർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കത്തിയാണെങ്കിൽ മുറിയാനുള്ള സാധ്യതയൊക്കെ കൂടുതലല്ലേ, അപ്പം പീലർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളിവിടെ മാങ്ങേൻ്റെ മുഴുവൻ തൊലിയും ചെത്തി മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ മാങ്ങേനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാൻ ആദ്യമേ ഈ മാങ്ങേനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഓരോ പീസ് എടുത്ത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങേനെ തുടക്കത്തിൽ തന്നെ ചെറിയ പീസായിട്ട് മുറിക്കുകയും അല്ലെങ്കിൽ ചെറിയ പീസുകളാക്കി എടുക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ എങ്ങനെയാണോ എളുപ്പം അങ്ങനെ ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മളിവിടെ എല്ലാ കഷ്ണങ്ങളും ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വശത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. ഇപ്പോഴാണെങ്കിൽ നല്ല മാങ്ങാ സീസൺ ആണല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റി റെസിപ്പിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇൻ കേസ് മാങ്ങ ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നിറയെ മാങ്ങാ സീസൺ ആയതുകൊണ്ട് കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് എപ്പോഴും മാങ്ങ കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാലൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാല് ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നാരങ്ങേൻ്റെ നീരൊഴിച്ചാൽ മതിയാവും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അത് ഇങ്ങനെ നന്നായി പിരിഞ്ഞ് വന്നോളും. പിന്നെ നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ അരിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലേ കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താലോ. അങ്ങനെ ആദ്യമേ തന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇൻ കേസ് മധുരം നിങ്ങൾക്ക് അധികം ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മധുരം ചേർത്താൽ മതിയാവും. പിന്നീട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരണം. അങ്ങനെ അരച്ചെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള ആ മാംഗോ മൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഈ മാംഗോ മൗസ് കുറച്ച് ഒഴിച്ചതിന് ശേഷം കുറച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. അതിനുശേഷം വീണ്ടും ഈ മൂസ് ഒന്ന് ചേർക്കാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ടാൽ നല്ല സൂപ്പറായിട്ടുള്ള മാംഗോ മൗസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെയുള്ള മാംഗോ മൗസ് അല്ലേ. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചൊന്ന് തണുപ്പിച്ച് കുടിച്ച് നോക്കിക്കേ, അടിപൊളിയായിരിക്കും. ഈ ചൂടത്ത് നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്ത മാംഗോ മൗസ് കുടിക്കുമ്പോഴത്തേക്കിനും ആഹാ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴാണെങ്കിൽ നിറയെ മാങ്ങാ സീസണാണ്, മാങ്ങയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ടൈമും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. കൂടാതെ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് നോക്കിയിട്ട് അവരോടും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറയുന്നേ. അപ്പോൾ നമ്മൾ നോക്കട്ടെ എത്ര പേര് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.